ഹായ്, ഇന്നത്തെ വീഡിയോ CBSE 9ാം ക്ലാസ്സിലെ 8th ചാപ്റ്റർ കോട്ടിലേറ്ററൽസ്. ഈ ചാപ്റ്ററിൻ്റെ എക്സസൈസ് 8.2ലെ 4th ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ: ABCD is a trapezium in which AB parallel DC, BD is a diagonal and E is the midpoint of AD. A line is drawn through E parallel to AB intersecting BC at F. Show that F is the midpoint of BC. ഇവിടെ ഫിഗർ തന്നിട്ടുണ്ട്. ഫിഗർ 8.21. ഇതിൽ എ ബിയും സി ഡിയും പാരലാണ്. അതിന് പാരലാണ് EF. അതുപോലെ എ ഡിയുടെ മിഡ് പോയിന്റ് ആണ് ഇ. നമുക്ക് എഫ് ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് BC. അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ ഫിഗർ വരച്ചു. ഇനി നമുക്കറിയാവുന്ന കാര്യം, ഇൻ ട്രയാങ്കിൾ DAB, ട്രയാങ്കിൾ DAB നോക്കുക. ട്രയാങ്കിൾ DABയിൽ ഇ എന്ന് പറയുന്നത് എ ഡിയുടെ മിഡ് പോയിന്റ് ആണ്. അപ്പോൾ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ഡി. ഇത് എ ഡി, ഇ അതിൻ്റെ മിഡ് പോയിന്റ് ആണ്. അതുപോലെ തന്നെ ഇ ജി എന്ന് പറയുന്നത് പാരലൽ ടു എ ബി ആണ്. ഇതിൻ്റെ റീസൺ EF പാരലൽ ടു എ ബി ആണ്. ഫിഗറിൽ EF, ഈ മൊത്തം ഈ ലൈൻ EF എന്ന് പറയുന്നത് എ ബിക്ക് പാരലാണ്. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ടാണ് ഇ ജി. അപ്പോൾ ഇ ജിയും എ ബിക്ക് പാരലാണ്. അതുപോലെ തന്നെ ഇ എന്ന് പറയുന്ന പോയിന്റ് എ ഡിയുടെ മിഡ്. അപ്പോൾ കോൺവേഴ്സ് മിഡ് പോയിന്റ് തിയറം പ്രകാരം, യൂസിങ് കോൺവേഴ്സ് മിഡ് പോയിന്റ് തിയറം, we get G is also midpoint of BD. ഇപ്പം ഇങ്ങനെ ഈ ട്രയാങ്കിൾ എടുക്കുമ്പോൾ ഇങ്ങനെ ഈ BD എന്നുള്ള സൈഡിനെ പരിഗണിച്ചാൽ G എന്ന് പറയുന്നത് BD യുടെയും മിഡ് പോയിന്റ് ആയിരിക്കും. ഇനി അഗൈൻ ഇൻ ട്രയാങ്കിൾ BDC, നമ്മൾ ആദ്യം ഈ ട്രയാങ്കിൾ നോക്കി ഈ ട്രയാങ്കിൾ നോക്കാം. ട്രയാങ്കിൾ BDC നോക്കിയാൽ G അവിടെ BD യുടെ മിഡ് പോയിന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ EF എ ബിക്ക് പാരലാണ്. അതുപോലെ DCക്കും പാരലാണ്. G is the midpoint of BD. In triangle BDC, G is the midpoint of BD and GF, അതായത് ഈ ലൈൻ GF പാരലൽ ടു DC, അത് DCക്കും പാരലാണ്. അപ്പോൾ ഈ ട്രയാങ്കിൾ ഇങ്ങനെ DC, ഈ ട്രയാങ്കിൾ എടുത്താൽ അവിടെ GF DCക്ക് പാരലാണ്. അതുപോലെ G BDയുടെ മിഡ് പോയിന്റും ആണ്. അതിൻ്റെ റീസൺ AB പാരലൽ DC ആണ്, AB പാരലൽ DC ആണ്. അതേപോലെ EF പാരലൽ AB ആണ്. അതുപോലെ GF എന്ന് പറയുന്നത് ഒരു പാർട്ട് ഓഫ് EFൻ്റെ പാർട്ടാണ് GF. അപ്പോൾ ഈ റീസൺ കൊണ്ട് തന്നെ GF പാരലൽ DC എന്ന് നമുക്ക് എഴുതാം. വീണ്ടും ഇവിടെ നമുക്ക് ആദ്യം ചെയ്ത പോലെ തന്നെ കോൺവേഴ്സ് മിഡ് പോയിന്റ് തിയറം ഉപയോഗിക്കാം. യൂസിങ് കോൺവേഴ്സ് മിഡ് പോയിന്റ് തിയറം, വി ഗെറ്റ് F ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് BC. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് AB EF DC ഇതെല്ലാം പാരലാണ്. ക്വസ്റ്റ്യൻ പ്രകാരം അത് തന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എ ഡിയുടെ മിഡ് പോയിന്റ് ആണ് ഇ. അതുപോലെ എ ബിയും EFും പാരലാണ്. അപ്പോൾ എ ബിയും ജിയും പാരലാണ് നിർത്തും. അപ്പോൾ ഈ ട്രയാങ്കിൾ ഒന്നാമത് നമ്മൾ ABD എന്ന ഈ ട്രയാങ്കിൾ പരിഗണിച്ചപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് G എന്നുള്ളത് BDയുടെ മിഡ് പോയിന്റ് ആണെന്ന് തെളിയിക്കാൻ പറ്റും. അങ്ങനെ G BDയുടെ മിഡ് പോയിന്റ് ആണ്. അതിനുശേഷം നമ്മൾ ഈ ട്രയാങ്കിൾ, രണ്ടാമത്തെ ഈ ട്രയാങ്കിൾ അതായത് BDC എന്ന ഈ ട്രയാങ്കിൾ പരിഗണിച്ചാൽ അവിടെ DCയും GFും പാരലാണ്. അപ്പോൾ BDയുടെ മിഡ് പോയിന്റ് ആണ് G എങ്കിൽ അവിടെ അടുത്ത സൈഡായ BCയുടെ മിഡ് പോയിന്റ് F ആയേ പറ്റൂ. അങ്ങനെ F BCയുടെ മിഡ് പോയിന്റ് ആണെന്നും നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു.